യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർ സർവീസിൽ തുടരുവാൻ യോഗ്യരല്ലെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുജിത്തിന് സംഭവിച്ച മാനസിക ശാരീരിക പ്രയാസങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുവാൻ സർക്കാർ തയ്യാറാകണം. നിയമവാഴ്ച ഉറപ്പുവരുത്തേണ്ടവരാണ് പോലീസുകാർ. ഇത്ര നീചമായി ഒരു യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച് അവശരാക്കിയവരെ വകുപ്പ് തല നടപടികൾ സ്വീകരിച്ച് പുറത്താക്കുകയാണ് വേണ്ടത്. അച്ചടക്കമുള്ള സേനയിൽ പ്രവർത്തിക്കാൻ അർഹരല്ലെന്ന് ഇവർ തെളിയിച്ചു. പോലീസുകാർക്കെതിരെ ക്രിമിനൽ കേസ് ചുമത്തുവാൻ തയ്യാറാകണം. ഈ കുറ്റകൃത്യത്തിലെ പ്രതികൾ മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിലാണെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. VS സുജിത്ത്, ബെന്നി ബെഹനാൻ MP, TN പ്രതാപൻ, ജോസഫ് ടാജറ്റ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ ഒപ്പമുണ്ടായിരുന്നു. ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് കുറ്റവാളികൾക്കെതിരെ ഒരാളെ അന്യായമായി സ്റ്റേഷനിലാണെങ്കിൽ പോലും തടഞ്ഞു വെച്ചതിനും ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിനും ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു അച്ചടക്കമുള്ള സേനയിൽ പ്രവർത്തിക്കാൻ യോഗ്യതയല്ല എന്ന് തെളിയുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ട ആളുകൾക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ആ കുറ്റങ്ങൾക്കനുസൃതമായി ആ കുറ്റങ്ങളുടെ ആനുപാതികമായി യാതൊരു ശിക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഞാൻ പ്രതികളെന്ന് പറയുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേസിൽ പ്രതികളാണ്. ആ പ്രതികളെ രക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ രാഷ്ട്രീയ സംരക്ഷണത്തിൽ ആ പ്രതികളെ രക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ കേസിലെ പ്രതികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ പോലീസ് സേനയിൽ അംഗങ്ങളായി തുടരാൻ അവർ യോഗ്യരല്ല. ഇത്ര മൃഗീയമായ കുറ്റം, ഇത്ര മൃഗീയമായ പീഡനം, ഒരു മനുഷ്യനെ ഇത്ര നിന്ദ്യമായിട്ട്, ക്രൂരമായിട്ട്, പൈശാചികമായിട്ട് ആക്രമിച്ചു പരിക്കേൽപ്പിച്ച, അതിനെ ഒന്നിച്ച് സംഘം ചേർന്ന ഇവർക്കെതിരെ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ നടത്തിക്കൊണ്ട് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം.